തേജസ്സിൽ വേളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുഭാരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുഭാരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമവൻ. വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമവനിൻ പ്രിയ രക്ഷകൻ. നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും സ്വർഗീയ സന്തോഷമെന്നിലുണ്ടിന്നേക്കാൾ സ്വർഗീയ സന്തോഷമെന്നിലുണ്ടിന്നേക്കാൾ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. സന്താപം തീർത്തിട്ട് അന്തമില്ലായുധം കാന്തനുമായി വാഴുവാൻ. സന്താപം തീർത്തിട്ട് അന്തമില്ലായുധം കാന്തനുമായി വാഴുവാൻ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. പിന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ. പിന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ. പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളി. സ്തോത്രം. ഈ തിങ്കളാഴ്ച പകലിൽ 27ാമത്തെ ദിവസം കർത്താവിൻ്റെ മുൻപിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കിയല്ലോ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഈ പകൽക്കാലം ചോദിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കരുത്തിലേക്ക് ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ 27ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 14ാമത്തെ വാക്യം 27ാമത്തെ സങ്കീർത്തനം 14ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം ദൈവം തന്നിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ വാക്യം വായിക്കുന്നു: യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. വളരെ ചന്തമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആമേൻ
ദൈവവചനമാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയത്. കർത്താവ് നമ്മെ പിന്നെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവകുഞ്ഞെ, 27-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 1-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഓരോ വാക്യങ്ങളും വളരെ ശ്രദ്ധേയമാണ്. ആമേൻ, സ്തോത്രം. അത് തൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ഒരു ധ്യാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നു. 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. അതെ, നോക്കിക്കേ. 6-ാമത്തെ വാക്യം പറയുന്നു, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ. 8-ാം വാക്യം പറയുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പീൻ. എന്നാൽ 10-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. 11-ാമത്തെ വാക്യം പറയുന്നു, യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്നാൽ 12-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുതേ. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ഭക്തൻ പറയുന്നു, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. നിന്റെ പ്രത്യാശ യഹോവയിലായിരിക്കട്ടെ. ഈ തിങ്കളാഴ്ച പകലിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുന്ന നിമിഷങ്ങളായി തീരട്ടെ. പലപ്പോഴും പലതിലും നമ്മൾ പ്രത്യാശ വയ്ക്കാറുണ്ട്. ആമേൻ. പണത്തിൽ പ്രത്യാശ വയ്ക്കാറുണ്ട്, സ്നേഹബന്ധങ്ങളിൽ പ്രത്യാശ വയ്ക്കാറുണ്ട്, മാനുഷികമായ ആമേൻ ചില ബന്ധങ്ങളിൽ പ്രത്യാശ വയ്ക്കാറുണ്ട്, ചില ഉപജീവന വഴികളിൽ പ്രത്യാശ വയ്ക്കാറുണ്ട്. ആമേൻ, സ്തോത്രം. ചിലർ തലമുറകളുടെ മേൽ പ്രത്യാശ വയ്ക്കാറുണ്ട്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ചിലർ വിനോദങ്ങളിൽ പ്രത്യാശ വയ്ക്കാറുണ്ട്. അനേക പ്രത്യാശകൾ ഈ ലോകത്തിലുണ്ട്. പക്ഷേ ഇതിലെല്ലാത്തിലും ആമേൻ നിന്നിട്ട് ദാവീദ് പറയുകയാണ്, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. അടുത്ത് പറയുക, ധൈര്യപ്പെട്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യണം? പ്രത്യാശ മാത്രം വച്ചാൽ പോരാ, ധൈര്യം വേണം. ഹല്ലേലൂയ, ആമേൻ. ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി ആമേൻ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ ആമേൻ മനുഷ്യൻ ത്യജിക്കുമോ, ശ്രദ്ധിക്കൂ, അവിടെ എല്ലാം ദൈവകരം വെളിപ്പെടും. ആമേൻ. എവിടെയൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തുമോ, അവിടെ എല്ലാം ദൈവകരം നമ്മിൽ വെളിപ്പെടും. കേട്ടോ, ഉറപ്പായിട്ടും ഈ വചനം ആമേൻ സ്തോത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ധൈര്യപ്പെട്ടിരിക്കുക. നീ പേടിച്ചിരിക്കുന്ന വിഷയത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, അഭിഷത്തെ ധൈര്യപ്പെട്ടിരിക്കുക. മാതാവേ ധൈര്യപ്പെട്ടിരിക്കുക. സ്തോത്രം. നിന്റെ കണ്ണ് ഇനി നനയരുത്, നിന്റെ കൺകൾ ഇനി നനയാതെ ധൈര്യപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുക. അടുത്തെന്താ പറയുന്നത്? നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ആമേൻ. പലപ്പോഴും ഹൃദയം ഒന്ന് പതറാറുണ്ടല്ലേ, ചില വിഷയങ്ങൾ നിറവേറി കിട്ടാതിരിക്കുമ്പോൾ, ചില വ്യക്തികൾ അവിശ്വസ്തത കാണിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പലപ്പോഴും ഇടറിപ്പോകാറുണ്ട്. കാൽപാദങ്ങൾ ഇടറാറുണ്ട് അല്ലേ, ശബ്ദങ്ങൾ പലപ്പോഴും ഇടറിപ്പോകാറുണ്ട്. മാനുഷികമായ പരിഗണനകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ, ചേർത്ത് പിടിക്കേണ്ട വ്യക്തികളെല്ലാം നമ്മെ വിട്ട് മാറുമ്പോൾ, ഇവിടെ നമുക്കറിയാം യോനാഥാനെ ചങ്കോട് ചേർത്ത് വെച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. യോനാഥാനും ദാവീദിനെ വിട്ട് മാറി. സ്തോത്രം. അവിടെയെല്ലാം ദാവീദ് പിന്നെയും ഒറ്റപ്പെടുവാനിടയായി. ദൈവപൈതലേ, എവിടെയെല്ലാം ഒറ്റപ്പെടുമോ അവിടെയൊക്കെ ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. കേട്ടോ. എന്നാൽ 37-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്ക. എന്നാൽ ഭൂമിയെ കൈവശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടേണ്ടതിന് നീ കാണും. സ്തോത്രം. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, ഹല്ലേലൂയ, യഹോവയ്ക്കായി എന്ത് ചെയ്യുക? പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക. അപ്പോൾ ഇന്നലകളിൽ മനുഷ്യൻ്റെ വാക്കിനാണ് നീ മുമ്പിലോട്ട് പോയെങ്കിൽ, ആമേൻ, ചില സംഘടനയുടെ ബലത്തിലാണ് മുമ്പിലോട്ട് പോയെങ്കിൽ, അതെല്ലാം സംഘടന വരെ നിന്നെ കൈവിടുന്ന ഒരു സമയം വരും.
പ്രസ്ഥാനങ്ങൾ വരെ നിന്നെ ഒറ്റപ്പെടുത്തുന്ന സമയം വരും. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ ഇവിടെ ദാവീദ് പറയുന്നു, ആമേൻ, പ്രത്യാശിച്ച് അവൻ്റെ വഴിയിൽ എന്ത് ചെയ്യുക? പ്രമാണിച്ച് നടക്കാം. എന്നാൽ ഭൂമി എന്ത് ചെയ്യും? അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. നിനക്കെതിരെ ആമേൻ കരിങ്കൊടി പിടിക്കുന്നവർ, നിനക്കെതിരെ പദ്ധതി ഒരുക്കുന്നവർ, ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ നിന്നെ ദൈവം മാനിക്കുന്നത് ഹല്ലേലൂയ അവർ കാണും. കാരണം നീ ഒരു കാര്യം ചെയ്യണം അഭിഷേകത്തിനെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുമ്പിൽ ഒരു ബോർഡുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം പ്രത്യാശിക്കാൻ വകയുണ്ടാകണം. ആ ബോർഡെല്ലാം താൽക്കാലികമാണ്. സ്തോത്രം. ഈ ഇവിടെ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ദൈവത്തിൻ്റെ വഴിയിൽ ഉണ്മയോടെ നടക്കുന്നവനെ ഉയർത്തുന്ന ഒരു സ്വർഗം നമ്മുടെ മുൻപിൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. അതാ ഇവിടെ ആമേൻ സ്തോത്രം നമ്മൾ വായിച്ചത്, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, ധൈര്യമായിരിക്കണം. ധൈര്യമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും നമ്മുടെ ജീവിതത്തിനകത്ത്. ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ ഒരു വിഷയം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അതിനകത്ത് ഒരു വലിയ ദൈവപ്രസാദത്തിൻ്റെ നടുവിൽ ദൈവം നമ്മെ ആമേൻ ഇറക്കി വിടുവാനിടയാകും കേട്ടോ. ആ കർത്താവിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കണം. എന്നാൽ 62-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം ദൈവവൈതലേ? ആമേൻ, ദൈവത്തെ നോക്കി മൗനമായിരിക്കണം. നിനക്ക് സംസാരിക്കാനൊരു സമയം ദൈവം തരും. അനുവദിക്കുന്ന സമയത്ത് മാത്രമേ നീ സംസാരിക്കാകൂ. യെശയ്യാവിന്റെ പുസ്തകം 41:10 പറയുന്നു, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ സ്തോത്രം. എന്നാൽ ആ 41:14 പറയുന്നു, ഭയപ്പെടേണ്ട കേട്ടോ, ഞാൻ നിന്നെ സഹായിക്കാം. ഹല്ലേലൂയ. രക്തം ജയം. ഇന്ന് പകലിൽ ആമേൻ, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. നീ മൗനമായിരിക്കേണ്ട സമയത്ത് നീ മൗനമായിരിക്കണം. ഹല്ലേലൂയ. അതിലെ സെക്കറിയാ പുരോഹിതനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചില മാസങ്ങൾ മൗനമാക്കിയിരുത്തി. അവൻ്റെ നാവിനെ ചലിപ്പിക്കാതെ ദൈവം മൗനമാക്കിയിരുത്തി. കാരണം ചിലയിടത്തൊക്കെ ദൈവം നമ്മെ സംസാരിപ്പാൻ ഇടയാക്കാതെ മൗനമായിരിക്കുന്ന സമയമുണ്ട് കേട്ടോ. ആ സമയത്ത് ദൈവ പൈതലെ, ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ ചലിക്കണമെങ്കിൽ ആമേൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ചിലപ്പോഴൊക്കെ നീ മൗനമായിരിക്കേണ്ടി വരും. ആ മൗനത പാലിക്കുമ്പോഴാ ദൈവനീതി വെളിപ്പെടുത്തുന്നത്. എന്നാൽ സങ്കീർത്തനങ്ങൾ 31-ാമത്തെ സങ്കീർത്തനം അതിന് 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെ പറയുന്നു, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ. എവിടെയാ പ്രത്യാശ ഉണ്ടാകേണ്ടത്? യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ശംഭപരാജകൽക്കനാദി. ഹൃദയം ഇളകിപ്പോകരുത്, ഉറച്ചിരിക്കണം. എന്ത് പ്രശ്നം വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഹൃദയം ഉറച്ചിരിക്കണം. ആമേൻ. ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്. ഹൃദയത്തിന് ഒരു അനക്കവും തട്ടരുത്. ഹൃദയം ഉറച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നിൽ വെളിപ്പെടത്തുള്ളൂ. ആമേൻ. നിന്നിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ, ദൈവശക്തി നിന്നിൽ ഇറങ്ങി വരണമെങ്കിൽ ആ ഹൃദയം ഉറച്ചിരിക്കണം. ഉറച്ചിരിക്കുന്ന ഹൃദയത്തെ തകർത്ത് കളയാൻ ശത്രു പലപ്പോഴും അവൻ പരിശ്രമിക്കുമ്പോൾ സദൃശ്യാധ്യായങ്ങൾ 20-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ ശലോമോൻ ജ്ഞാനി വളരെ ശക്തമായി വിളിച്ചു പറയുന്നൊരു ദൂത്, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. സ്തോത്രം. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കും, ദൈവം നിന്നെ രക്ഷിക്കും. ദൈവത്തിന് നിന്നോട് ചില പദ്ധതികൾ അറിയിപ്പാനുണ്ട്. ദൈവ പൈതലേ, നിന്നോട് ദൈവത്തിന് ചില കാര്യങ്ങൾ വ്യക്തിപരമായി അറിയിപ്പാനുണ്ട്.
പക്ഷേ 31 സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം പിന്നെയും വിളിച്ചു പറയുന്നു, ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണ സങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ഏത് സങ്കടങ്ങൾ? പ്രാണസങ്കടങ്ങൾ. അപ്പോൾ നിന്റെ പ്രാണൻ ഹൃദയം പിടയുകയാണ്. അത് അറിയുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലമുണ്ട്. ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ ദൈവം നിന്നെ മാനിക്കട്ടെ. ആവർത്തന പുസ്തകം 31:7, യെശയ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 6, 9, 18 ചേർത്ത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ തിങ്കളാഴ്ച പകൽക്കാലം അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു, അഭിഷിക്തന്മാരെ ഏൽപ്പിക്കുന്നു, ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.